إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا تقي الدين محمد الجالبي القادري رضي الله عنه نامنا قاضي إياض رضي الله تعالى عنه والفاتحة أستاذنا السيد نبي كل أستاذ رضي الله عنه جميع مشايخنا وأساتذتنا كلهم أجمعين فاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. وروي عن النبي صلى الله عليه وسلم النبي صلى الله عليه وسلم തങ്ങളോട് അഫല്ലാഹു അൻകാന്ന് ലിമാദിന്തലോ എന്ന ആയത്ത് വിശദീകരിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി വേറൊരു ആയത്ത് മിഥ്ലുഹു ഖൗലുഹു തആല ഖദ് നഅലമു, നമുക്കറിയാം തങ്ങളെ ഇന്നഹു ലയഹ്സുനുക, തങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. എന്ത്? ലയഹ്സുനുക അല്ലദീ യഖൂലൂന, പറയുന്നവരുടെ വർത്തമാനം തങ്ങളെ ദുഃഖിപ്പിക്കും. ഫലായഹ്സുനുക ഖൗലുഹും എന്നുണ്ട് വേറെ, അവർ പറയുന്നതും തങ്ങളെ ദുഃഖിപ്പിക്കാതിരിപ്പിക്കട്ടെ എന്നുണ്ട് വേറെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് യഹ്സുനുക ഖൗലുഹും ഫലായഹ്സുനുക ഖൗലുഹും എന്ന് എവിടെ ഏത് സൂറത്തിൽ അത് വന്നാലും അവിടെ വഖഫാക്കണം. ഫലായഹ്സുനുക ഖൗലുഹും, അവരുടെ ഖൗല് തങ്ങളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫഇന്നഹും ലാ യുകദ്ദിബൂനക, തങ്ങളെ അല്ല അവർ കളവാക്കുന്നു. തങ്ങളെ അവർ കളവാക്കത്തില്ല. കാരണം തങ്ങളെ അല്ലമീൻ എന്ന് പറഞ്ഞവരല്ലേ. അല്ലമീൻ എന്ന് പറഞ്ഞാൽ പിന്നെ കളവാക്കൽ വരില്ലല്ലോ. തങ്ങൾ കൊണ്ടുവന്നവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ അങ്ങോട്ട് പാട്. അതെത്രയുള്ള അതിനർത്ഥം. ഖാല അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല അബൂ ജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാ ലാ നുകദ്ദിബുക, നിങ്ങളെ നമ്മൾ കളവാക്കുന്നില്ല, എങ്കിലും നുകദ്ദിബു ബിമാ ജിഇത ബിഹി, നിങ്ങൾ കൊണ്ടുവന്നതിനെ നമ്മൾ കളവാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തങ്ങളെ അവർ കളവാക്കില്ല, തങ്ങൾ കൊണ്ടുവന്നതിനകത്ത് കൊണ്ട് അംഗീകരിക്കാൻ അവർക്ക് പോരാ. അതാപ്പ പറഞ്ഞതിന്റെ മഅന എന്ന്. റുവിയ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ കദ്ദബഹു ഖൗമുഹു, ജനങ്ങൾ കളവാക്കിയപ്പം ഹസിന, തങ്ങൾക്ക് ദുഃഖായി. തങ്ങൾക്ക് ഫീ നഫ്സിൽ ഈ ദൗത്യം നടക്കുന്നതിനുള്ള ദുഃഖമല്ല, ഈ സമുദായം നശിച്ചു പോകുമല്ലോ എന്ന് പേടിച്ചിട്ടല്ല, വേറെ തങ്ങൾക്ക് ദുഃഖം വരാൻ പാടില്ല. ഫലായഹ്സുനുക ഖൗലുഹും എന്നൊക്കെ ആയത്തിനകത്തുണ്ടല്ലോ, തങ്ങളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. തങ്ങളെ പറയുമ്പം അതിന് പ്രത്യാഘാതം പെട്ടെന്നുണ്ടാവും, റിയാക്ഷൻ അടിക്കും സമുദായത്തിൽ. അപ്പൊ ഈ റിയാക്ഷൻ ഞാൻ കാരണമായിട്ടാണല്ലോ ഉണ്ടായതെന്നൊരു ദുഃഖമല്ല, അത് വേറെ തങ്ങൾക്ക് ദുഃഖം വരില്ല. അത് നമ്മൾ മനസ്സിലാക്കല്ലോ. മനസ്സിലായി? അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ എന്തോ ഒരു അതിസായ ഒരാളായിപ്പോവും തങ്ങൾ അങ്ങനെ ആകുമ്പോൾ. കൗമൊക്കെ ഇങ്ങനെ കളവാക്കുമ്പോൾ തങ്ങൾക്ക് ദുഃഖം വരുമെന്നാണ്. തങ്ങൾക്ക് ദുഃഖം വരുന്നത് തങ്ങളെ ഉപേക്ഷിച്ചോ തങ്ങളുടെ ഫീ നഫ്സിലോ അല്ല. ഈ ചങ്ങായിമാർക്ക് പറഞ്ഞാൽ കേൾക്കാതെ വന്നാൽ ഈ ചങ്ങായിമാരെ അല്ലാഹു തആല വെറുതെ വിടില്ലല്ലോ. ആ ഒരു ദുഃഖം തങ്ങൾക്കുണ്ടാവും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയത്തിനകത്തായാലും ഹദീസായാലും. അപ്പൊ ഫജാഅഹു ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഫഖാല മാ യഹ്സുനുക, എന്താ തങ്ങളെ ദുഃഖിക്കുന്നത്? ഖാല കദ്ദബനി ഖൗമി, ഈ ഖൗം എന്നെ കളവാക്കിയിരിക്കുകയാണ്. ഈ ചങ്ങായിമാർക്ക് ഇനി എന്തേ വരാൻ പോകുന്നുള്ള കാര്യം പേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതാ എന്റെ മേന പറയുന്നത് കേട്ടില്ല. എന്ത് ചെയ്യും? അല്ലാഹു തആല ഏറ്റങ്ങൾക്ക് പെട്ടെന്ന് എന്താക്കും, എല്ലാം ചെയ്ത് കളയുന്നുള്ളൊരു പേടിയല്ല, എനിക്കൊന്നുമില്ല. ഫഖാല, അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ഇന്നഹും, അവർക്കറിയാം തങ്ങളെ യഅലമൂന അന്നക സാദിഖ്, തങ്ങള് വളരെ സാദിഖാണെന്ന് അവർക്കറിയാം. പിന്നെ ഈ കൊണ്ടുവന്നതിനകത്ത് അവരെങ്ങനെ മാറും എന്നുള്ള പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അല്ല, തങ്ങളതിനകത്ത് ബേജാറാവണ്ട. അല്ലാഹു തആല എല്ലാ ഐറ്റങ്ങളും പഠിച്ചേ, ഐറ്റങ്ങൾ എന്തെങ്കിലും കാട്ടിക്കോട്ടെ. എന്നാലും തങ്ങൾക്ക് ബേജാറാണ് അതിനകത്ത്.
ഫഅൻസലല്ലാഹു തആല ഈ ആയത്തിനെ ഇറക്കി. ഈ അധികം ആയത്തിയപ്പോൾ ഈ ആയത്തിനകത്തുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കലും തങ്ങളോടുള്ള കരുണ കാണിക്കലൊക്കെ ഇതിനകത്തുണ്ട് എന്നാണ് മഹാനായ ഇമാമ് പറഞ്ഞത് എന്ന്. ഫഖദ് കാനൂ യുസമ്മൂന, അവരായിരുന്നില്ല തങ്ങളെ പേര് വെച്ചിരുന്നു ഖബല നബുവത്തി അൽ അമീൻ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതൊക്കെയാണ് മഹാനായ ഖാദി ഇയാദ് തങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇപ്പൊ തങ്ങളെ കളവാക്കൽ കൊണ്ട് അവർക്കാണ് പേര് വന്നത്. തങ്ങൾക്ക് പേര് നല്ല പേര് വെച്ചത്. ഉമ്മ ജാലദമ്മ ലഹും ബി തസ്മിയത്തിയും, അവരെ പേര് വെച്ചു അല്ലാഹു തആല കള്ളന്മാരെന്ന്, ജാഹിദീന ളാലിമീന എന്നൊക്കെ പേര് വെച്ചു. അല്ലാഹു തആല പറഞ്ഞു വലാകിന്ന ളാലിമീന ബി ആയത്തില്ലാഹി യജ്ഹദൂൻ എന്ന്. അതുകൊണ്ട് തങ്ങളോട് ഒന്നും ചെയ്തിട്ടില്ല. തങ്ങളോട് ഭയങ്കര കരുണയും ഭയങ്കര ആദരവുമാണ് അല്ലാഹു തആല ചെയ്തിട്ടുള്ളത്. പിന്നെ എന്നെക്കൂടെ പറയുന്നുണ്ട്, മിൻ ഖസായിസി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദില്ലാഹി തആല അന്നല്ലാഹു തആല ഖാതബ ജമീഅൽ അംബിയായി, എല്ലാ അമ്പിയാക്കന്മാരെയും പേര് വിളിച്ചിട്ടാണ് ഖിതാബ് ചെയ്തത്. ഫഖാല യാ ആദമു യാ നൂഹു യാ ഇബ്രാഹിമു യാ മൂസ യാ ദാവൂദ് യാ ഈസ യാ സക്കരിയ യാ യഹ്യ ഫലം യുഖാത്തബ് ഹുവ, നബിതങ്ങളോട് ഖിതാബ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇല്ല യാ അയ്യുഹർ റസൂലു യാ അയ്യുഹൻ നബിയു യാ അയ്യുഹൽ മുസമ്മിലു യാ അയ്യുഹൽ മുദ്ദസ്സിറു എന്നതല്ലാതെ. അൽ ഫസ്ലുർ റാബിഉ ഫീ ഖസമിഹി തആല ബിഅദീമി ഖദരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വണ്ണമായ മഹത്വത്തെ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്തതിൽ പറയുന്ന ഫസലാകുന്നു 4-ാമത്തെ.